എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീവിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി വിനീതമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് 3 മാർഗങ്ങളിലൂടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. 1. ഗ്രഹനക്ഷത്രങ്ങളുടെ പ്രഭാവങ്ങൾ, 2. വാസ്തുദോഷം, 3. കർമ്മഫലങ്ങൾ. ഈ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ഗ്രഹനക്ഷത്രങ്ങളുടെ പ്രഭാവം കുറയ്ക്കാനാകും. പക്ഷേ എത്ര നല്ല ഗ്രഹനക്ഷത്രങ്ങളായാലും നല്ല കർമ്മങ്ങൾ ചെയ്താലും വാസ്തുദോഷത്തിൽ നിന്ന് നമുക്ക് മുക്തി നേടാനാകില്ല. അതിനായി ശാസ്ത്രീയമായ പരിഹാരങ്ങളിലൂടെ മാത്രമേ വാസ്തുദോഷങ്ങളിൽ നിന്ന് മുക്തി നേടാനാകൂ എന്ന് വിനീതമായി പറഞ്ഞുകൊണ്ട് ഈ അധ്യായത്തിലെ വിഷയത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായി ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ബട്ടണിൽ അമർത്തുക. ഈ ചാനലിലൂടെ നിങ്ങൾക്ക് സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സാധന ഉപാസന മന്ത്ര രഹസ്യങ്ങളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ അറിയാൻ സാധിക്കുന്നതാണ്. എൻ്റെ സബ്സ്ക്രൈബർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അടുത്ത അധ്യായം മുതൽ മറുപടി പറയാൻ ശ്രമിക്കുന്നതാണ്. അതിനാൽ നിങ്ങളുടെ കഴമ്പുള്ള നല്ല ചോദ്യങ്ങൾ ഞാൻ കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ക്ഷേത്ര നിർമ്മാണം മുതൽ എല്ലാ നിർമ്മാണത്തിനും വൃക്ഷങ്ങൾ അഥവാ തടി വളരെ അത്യാവശ്യമാണ്. വീട്ടുപകരണങ്ങൾ ഉണ്ടാക്കാനും വിറകിനും എന്തിന് മരത്തെ മുറിക്കാനുള്ള ആയുധത്തിൽ വരെ തടിയുടെ ആവശ്യമുണ്ട്. നമുക്കായി ജനിച്ച് നമുക്കായി നിലകൊണ്ട മരത്തെ മുറിക്കുന്നത് പാവം തന്നെയല്ലേ? മരം മുറിക്കുമ്പോൾ മരം മാത്രമാണോ നശിക്കുന്നത്? അതിൽ ജീവിക്കുന്ന പക്ഷികൾ, മറ്റു ജീവജാലങ്ങൾ, ചെറു പ്രാണികൾ ഇവയെല്ലാം നശിക്കുന്നുണ്ടല്ലോ. ആലോചിച്ച് നോക്കിയാൽ എന്തിൻ്റെ ആവശ്യമായാലും ഇത് പാപം തന്നെയാണ്. പണ്ടത്തെ ആചാര്യന്മാർ ഇത് മനസ്സിലാക്കിയിരുന്നു. അവർ മരം മുറിക്കുന്നതിന് മുമ്പായി അതിനോട് ക്ഷമ ചോദിക്കാനും അതിൽ താമസിക്കുന്ന പക്ഷികളോടും മറ്റ് ജീവജാലങ്ങളോടും മാറി താമസിക്കാൻ അപേക്ഷിക്കാനായി നമ്മളെ ഉപദേശിച്ചിരുന്നു. ഇങ്ങനെ മാറി താമസിക്കാൻ അപേക്ഷിച്ച് ക്ഷമ ചോദിക്കുന്ന ഒരു ശ്ലോകമുണ്ടായിരുന്നു. ഈ മരത്തെ മുറിക്കേണ്ടത് ആർക്കു വേണ്ടിയാണോ അവരാണ് ഈ മന്ത്രത്തെ ചൊല്ലേണ്ടത്. അല്ലാതെ മരം വെട്ടുകാരനോ അല്ലാതെ അത് അടുക്കി വയ്ക്കാൻ വന്ന ബംഗാളിയോ അല്ല ഈ മന്ത്രത്തെ ചൊല്ലേണ്ടത്. ആ മന്ത്രം ഇതാണ്: യാനിഹി ഭൂതാനി വസന്തിനാനി ബലിം ഗൃഹത്വ വിധിവൽ പ്രയുക്തം അന്യത്ര വാസം പരികൽപ്പയാമി ക്ഷമന്തു താനദ്യ നമോസ്തുതോഫ്യ. ഈ മന്ത്രത്തിനെ ഞാൻ സ്ക്രീനിൽ കൂടി തരാം. ഈ മന്ത്രത്തിന് ചൊല്ലുന്നതോടൊപ്പം മരത്തിനെ തൊട്ട് 3 തവണ വണങ്ങിയിരിക്കണം. കൂടാതെ 3 മാസത്തിനുള്ളിൽ അതേ ജാതി മരത്തിൻ്റെ തൈ വെച്ച് പിടിപ്പിക്കാനും ആചാര്യന്മാർ ഉപദേശിക്കുന്നുണ്ട്. ഇങ്ങനെ ക്ഷമ പറഞ്ഞ് മുറിക്കുന്ന മരത്തിൽ ഉണ്ടാക്കുന്ന നിർമ്മിതികൾ ശോഭയോടെ കൂടുതൽ നാൾ നിലനിൽക്കുമെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഇനി വാസ്തുവും വൃക്ഷങ്ങളും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി അല്പം പറയാം. കിടപ്പുമുറിയിൽ ചെടികൾ വയ്ക്കരുത്. അതുപോലെ തന്നെ ആൽമരം പോലെയുള്ള വലിയ വൃക്ഷങ്ങൾ വീട്ടിൽ വളപ്പിൽ നടാൻ പാടില്ല എന്ന് പറയുന്നു. വലിയ വൃക്ഷങ്ങൾ നടുമ്പോൾ വീടിനടിയിലേക്ക് അതിൻ്റെ വേരുകൾ പോവുകയും നമ്മുടെ ഭിത്തികളിൽ വിള്ളലുണ്ടാക്കാനും സാധ്യതയുണ്ട്. അതിനാലാണ് അങ്ങനെ പറയുന്നത്. ചെറിയ ചെറിയ ഇലകളുള്ള, ഉദാഹരണത്തിന് പുളി, അതുപോലെ തന്നെ വേപ്പുമരം, ഇവയെല്ലാം വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ദിശയിലായാൽ അവിടെ താമസിക്കുന്ന, അതായത് തെക്ക് പടിഞ്ഞാറ് ദിശയിൽ ഉറങ്ങുന്ന വീടിൻ്റെ ഗൃഹനാഥന് ശുദ്ധമായ ഓക്സിജൻ ലഭിക്കാനും സഹായിക്കുന്നു. ചെറിയ ഇലകളായതിനാൽ അത് കാറ്റിനെ തടഞ്ഞു നിർത്തുന്നില്ല. ഇതാണ് അതിനുകൊണ്ടുള്ള ഉപയോഗം. അതുപോലെ പപ്പായ മരം, മുരുക്ക്, ഇങ്ങനെയുള്ള മരങ്ങൾ വീടിനേക്കാൾ ഉയർന്നു വളരുതെന്ന് പറയുന്നുണ്ട്. ഇതിനെയെല്ലാം മുറിച്ചു മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം വീടിൻ്റെ മുകളിലേക്ക് ഇത് ഒടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. അതുപോലെ കാഞ്ഞിരം, ചാര്, സ്വർണശീരി, കള്ളിപ്പാല, ഊകമരം, വയ്യങ്കത, താന്നി എന്നീ വൃക്ഷങ്ങൾ പ്രതികൂല ശക്തികളെ ആഗിരണം ചെയ്യുന്നതാണെന്ന് അറിയപ്പെടുന്നു. ഇവയും വീടിന് ചുറ്റും വളർത്താൻ പാടില്ല.
വാസ്തുദോഷത്തിൻ്റെ പേരിൽ ഒരിക്കലും വൃക്ഷങ്ങളെ മുറിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അതിനാൽ ഉള്ള വൃക്ഷങ്ങളെ പരിപാലിക്കാൻ ശ്രമിക്കുക. എന്തായാലും പണം കായ്ക്കുന്ന മരമായാലും വീടിന് മുകളിൽ വന്നാൽ മുറിക്കുക തന്നെ വേണം. അതുപോലെ എല്ലാവർക്കും സംശയമുള്ള ഒരു കാര്യമാണ് ചന്ദനമരം, കൂവളമരം, രുദ്രാക്ഷമരം എന്നിവ വളർത്താമോ വേണ്ടയോ എന്നത്. ഈ 3 മരങ്ങളെയും സംരക്ഷണയോടെ വളർത്തിയാൽ വളരെ ഗുണകരമായിരിക്കും. പ്രത്യേകം വേലികെട്ടി വേണം ഇവയെ വളർത്താൻ. ആർത്തവ കാലങ്ങളിൽ സ്ത്രീകൾ ഈ വൃക്ഷങ്ങളുടെ അടുത്തേക്ക് പോകാൻ പാടില്ല. അവ നശിച്ചു പോകുന്നു. വാസ്തുവിദ്യാ വിധിപ്രകാരം നിർമ്മിച്ച ലക്ഷണമൊത്ത ഭവനത്തിൻ്റെ കിഴക്ക് ദിശയിൽ ഇലഞ്ഞിമരം, തെക്ക് ദിശയിൽ അത്തിമരം, പടിഞ്ഞാറ് ദിശയിൽ ഏഴിലംപാല, വീടിൻ്റെ വടക്ക് ദിശയിൽ ഇത്തിമരം ഇവയെല്ലാം വളരെ ഉത്തമമാണ്. ഇതുപോലെ അതാത് ദിക്കിൽ അതാത് വൃക്ഷങ്ങൾ വളർത്തിയാൽ ഐശ്വര്യവും തേജസ്സും മാത്രമല്ല പ്രസിദ്ധരായി തീരാവുന്ന സൽസന്താനങ്ങളും ജനിക്കുന്നു എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. നിങ്ങൾക്ക് ഈ അധ്യായത്തിൽ ഏതെങ്കിലും കാര്യങ്ങൾ ഉപയോഗപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. നല്ല പോസിറ്റീവായ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു. മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ഇത് ഷെയർ ചെയ്യുക. തുടർന്നുള്ള എല്ലാ അധ്യായങ്ങളും നിങ്ങൾ കാണുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.